ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് ഗായ്സ് ഒരു സൈക്കിൾ റിപ്പയറിങ് ഒരു ഇതായിട്ടാണ്. നമ്മളപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒരു സൈക്ലിംഗ് അല്ല ഗായ്സ്, സൈക്കിൾ നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിള് നമ്മളെ ഇപ്പോൾ എന്താ പറയുക, ഈ സ്മൂത്ത്നെസ്, ഒരു ടയറിൻ്റെ സ്മൂത്ത്നെസ്സൊക്കെ പോയിക്കാൻ എങ്ങനെ ശരിയാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗായ്സ്. ഇത് എൻ്റെ ടൂൾസൊക്കെയാണ്. ഇതിൻ്റെ പഴയ ചെരുപ്പ്, അത് നോക്കേണ്ട ആവശ്യമില്ല, പോയി. പിന്നെ എൻ്റെ പഴയ ഓട്ടോറിക്ഷ, അതിൻ്റെ ഷോക്ക് മാത്രമേ ഉള്ളൂ, ടയറൊക്കെ പോയി. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ടൂൾസ്, ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ സൈക്കിള് എൻ്റെ അച്ഛൻ്റെയാണ്. സൈക്കിള് അവിടെ ഒരു ചുമന്നതിരിക്കുന്നുണ്ട്, അതിൻ്റെ ചേച്ചിയുടെയാണ്. പിന്നെ ഇതൊക്കെയാണ് ടൂൾസാണ്. ഈ ചുമന്നതാണ് എൻ്റെ ചേച്ചിയുടെ, അത് പോയി. ഇതാണ് മലത്തിട്ടിരിക്കുന്നത് എൻ്റെ, അത് സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ ടയർ, നമ്മുടെ സൈക്കിളിൻ്റെ ടയറൊക്കെ അങ്ങനെ ശരിയാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഗ്രീസും 15-ൻ്റെ സ്പാനറും മാത്രം മതി ഗൈസ്. പിന്നെ ഒരു സ്ക്രാപ്പ് പേപ്പറും. പിന്നെ നല്ല സ്മൂത്തായിരുന്നു, പിന്നെ സ്മൂത്ത് അല്ലാതെ ആയിപ്പോയി. ഇതെങ്ങനെ ശരിയാക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് വീഡിയോ എടുത്താലെന്നുള്ള തോന്നിയത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15-ൻ്റെ ക്ലോസ്ഡ് സ്പാനറാണ് ഏറ്റവും നല്ലത് ഗൈസ്. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് സ്പാനർ വെച്ചിട്ട്, അത് 14 ഉണ്ട് 15 ഒരുമിച്ചുള്ളതാണ്. ക്ലോസ്ഡ് സ്പാനർ വെച്ചിട്ട് 15-ൻ്റെ നമ്മൾ നല്ലോണം ലെഫ്റ്റിലോട്ട് തിരിച്ചൊന്ന് ലൂസാക്കി എടുക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഊരെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ കുറച്ചൊന്ന് ഊരിട്ടായിരുന്നു, ടൈറ്റാണോ അല്ല കറക്റ്റാണോ എന്നൊക്കെ അറിയാനായിട്ട്. ഇനി നമുക്ക് അപ്പുറത്തെ എടുക്കാം. ഓക്കെ ഗൈസ്, എൻ്റെ പൊന്നോ, എന്തായാലും ആയിക്കോട്ടെ. ഓക്കെ, കറക്കുന്നു. യെസ് ഗൈസ്, കുറച്ചൊക്കെ നമ്മൾ എടുത്താൽ മതി, കുറച്ചൊക്കെ എടുത്താലും മതി ഗൈസ്. ഇവിടെ കുറച്ചൊന്ന് ലൂസൊക്കെ എടുത്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കണം ഗൈസ്, അപ്പുറത്തും ഇപ്പുറത്തും. അപ്പുറത്തെ ചെയ്യട്ടെ, ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി ഗൈസ്. പിന്നെ നമ്മൾ ആ ടയർ അങ്ങോട്ട് എടുക്കുക. നമ്മളത് അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് മറ്റേ ഷാഫ്റ്റ് അപ്പുറത്തെ സൈഡിലോട്ട് അറ്റാച്ച് ആവാത്ത രീതിയിൽ നമ്മളത് ചാറ്റ് വയ്ക്കണം ടയർ. അപ്പോൾ അതേ കണ്ടോ, ആ ഷാഫ്റ്റ് അവിടെ മുട്ടുന്നില്ല. അതവിടെ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു നോക്കാൻ നേരത്ത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മൾ നല്ലോണം ഒന്ന് ചെയ്ത് നോക്കണം. ഇനി ഗൈസ് അതൊന്ന് കറങ്ങണ്ടോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് അതിൻ്റെ സ്മൂത്ത്നെസ് അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലിക്വിഡ് ഫൗണ്ട് ഗ്രീസാണ് വേണ്ടത്. ഓക്കെ, നമുക്കപ്പോൾ ലിക്വിഡ് ഫൗണ്ട് ഒരു ഗ്രീസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗ്രീസാണ് നമ്മൾ തേക്കേണ്ടത്. ഒരു ബ്ലാക്ക് കളർ ഓയിൽ ഗ്രീസ് ഉണ്ട്, അതും ഏറ്റവും ബെറ്ററാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ, ഉണ്ട്, എന്നാലും അത് അച്ഛൻ്റെയാണ്. ഓക്കെ ഗൈസ്, അതിൽ നിന്നൊരു തുള്ളി മാത്രം അതിൽ നിന്ന് ഇട്ടാൽ മതി ഗ്രീസിൻ്റെ. അത് മറ്റേ ആ ഷാഫ്റ്റ് കറങ്ങണ സ്ഥലത്ത് വേണം, ബോൾട്ടിൻ്റെ അവിടെ ഇട്ടിട്ട് കറങ്ങണ സ്ഥലത്ത് മാത്രം ഇടണം. എന്നിട്ട് ആ ഗ്രീസ് എവിടെയെങ്കിലും വെച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ലോണം തേച്ച് കൊടുക്കണം. വേറൊരു ടൂളും യൂസ് ചെയ്യാൻ പാടില്ല, നല്ലോണം അത് തേച്ച് കൊടുക്കണം ഗൈസ്. നമ്മുടെ കൈ കൊണ്ട് തന്നെ യൂസ് ചെയ്യണം. കൈ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലും ഇതിൻ്റെ ഇടയിലും ഒക്കെ കയറി പൊക്കോളും നമ്മുടെ അല്ലേ കൈ. ഓക്കെ ഗൈസ്, നമ്മൾ നല്ലോണം അങ്ങോട്ട് തേച്ചങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും അതിലൊക്കെ തന്നെ ചെയ്യണം. ആദ്യം നമ്മൾ ഇവിടെ നല്ലോണം ചെയ്ത് കൊടുക്കണം. ഓക്കെ ഗൈസ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ചെയ്ത് ഇപ്പോൾ നമ്മുടെ ബോൾട്ടിൻ്റെ അവിടെയും പിന്നെ മറ്റേ ആ ബോൾട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തേക്കുക, അല്ലെങ്കിൽ അത് ടൈറ്റ് ആക്കാൻ നേരത്ത് ശരിക്കും അത് ആവത്തില്ല. ഇനി ആ ഷാഫ്റ്റ് നമ്മൾ കറക്കി വെക്കണം. ആ ഷാഫ്റ്റാണ് നമ്മൾ കറക്കി വെക്കണം നല്ലോണം. ഓക്കെ, നമ്മൾ കറക്കി വെക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അപ്പുറത്തെ ഭാഗം ചെയ്യണം. ഗൈസ്, അത് അപ്പുറത്തെ ഭാഗം എടുക്കാൻ നേരത്ത് താഴെ വീണു മറ്റേ ടൂൾ ബോക്സ്, അത് കുഴപ്പമില്ല, നമ്മൾ ഇത് മതി. ഓക്കെ, നമ്മൾ കറക്കി വെക്കണം. ഇവിടെ നമ്മൾ തേച്ച് കൊടുക്കണം. യെസ് ഗൈസ്, തേച്ചോണ്ട് നല്ലോണം തേച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തും അപ്പുറത്തും ഒരു തുള്ളി മാത്രം മതി കേട്ടോ. നമ്മളിവിടെ നല്ലോണം ഒക്കെ തേച്ച് കൊടുക്കുക. യെസ് ഗൈസ്, നമ്മൾ നല്ലോണം തേച്ചോണ്ടിരിക്കുകയാണ്. നല്ലോണം തേച്ച് കൊടുക്കണം ഗൈസ്, കാരണം ലിക്വിഡ് ടൈപ്പ് ഇതാണെങ്കിൽ നല്ലോണം തേച്ച് കൊടുക്കണം. ഒരു ബ്ലാക്ക് കളർ ഓയിൽ ഗ്രീസ് ഉണ്ട്, അത് കുറച്ചൊക്കെ തേച്ചാലും മതി, അത് ഒഴുകി വരിക ചെയ്യുക, അതുകൊണ്ട് കുറച്ച് തേച്ചാലും മതി. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി വീണ്ടും നല്ലോണം കറക്കുന്നത് നോക്കുക. ഷാഫ്റ്റ് ഒക്കെ നല്ലോണം കറങ്ങുന്നുണ്ട് ഗൈസ്, എൻ്റെ കൈ ഇതേ ഇരിക്കുന്നതുണ്ട് ഇപ്പോൾ. ഓക്കെ, നമ്മളിനി ഇത് ഉരുട്ടിക്കൊണ്ട് പോയിട്ട് സൈക്കിളുമ്മ കയറ്റി വയ്ക്കണം. ഈ ടയറൊക്കെ പെട്ടെന്ന് വയ്ക്കണതിന് മുമ്പല്ലേ ഇതൊക്കെ ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു സ്ക്രാപ്പ് പേപ്പർ എന്ന് പറഞ്ഞൊരു സാധനം വേണം. എൻ്റെ കയ്യിലിപ്പോൾ ഒരു കയ്യിൽ ഫോണിൽ പറഞ്ഞാൽ എടുക്കാൻ കുറച്ച് പാടാണ്. നല്ല കട്ടിയുള്ള ഒരു കുഞ്ഞു പീസ് എടുത്താലും മതി. അതുകൊണ്ട് നമ്മൾ നല്ലോണം അവിടെ തേച്ച് കൊടുക്കണം ഗൈസ്. ഓക്കെ, തേച്ച് കൊടുക്കണം, ഉരച്ചു കൊടുക്കണം. ഉരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇരുന്നോളൂ.
ഒരു ഇതൊക്കെ നമ്മൾ ഇരുന്നോളും. ഇനി നമ്മൾ അപ്പുറത്തെ ഭാഗം എടുക്കണം. അതിനുള്ള തേക്കണം, നല്ലോണം തേക്കണം ഗൈസ്. നമ്മളതിൻ്റെ ടയറിൻ്റെ അപ്പുറത്തെ ഭാഗം നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ നല്ലോണം തേക്കണം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ നല്ലോണം തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടയർ നമ്മൾ ഉരുട്ടിക്കൊണ്ട് വന്നിട്ട് ആ ടയർ സിമ്പിളായിട്ട് വയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴോട്ട് നല്ലോണം ബൗൺസ് ആക്കിയിട്ട് നല്ലൊരു പൊക്കി അങ്ങോട്ട് എടുത്ത് വയ്ക്കണം. പൊക്കി അങ്ങോട്ട് എടുത്ത് ബൗൺസ് ആക്കി വെക്കാനായിട്ട് നല്ല സിമ്പിളായിരിക്കും. കണ്ടപ്പോൾ ഇപ്പോൾ ഗൈസ് നല്ല കറക്റ്റായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇനി ആ വാഷർ ഇതിൻ്റെ ഇപ്പുറത്താണോ അതോ റൈറ്റ് സൈഡിലാണോ നല്ലോണം നോക്കണം. അപ്പോൾ അത് നല്ലോണം കറങ്ങുന്നുണ്ട് ഗൈസ്. ഷാഫ്റ്റ് നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. ആദ്യം ഇത്രയ്ക്കും സ്മൂത്ത് അല്ലായിരുന്നു. ഇനിയുള്ള കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ആദ്യം. സ്കേസ് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ നമ്മുടെ 15-ൻ്റെ ക്ലോസ്ഡ് സ്പാനർ നമ്മൾ എടുത്തിട്ട് റൈറ്റിലോട്ട് തിരിച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ 14 ചെയ്തെടുത്ത് 15 നമുക്ക് വേണ്ടത് ഗൈസ്. 15-ൻ്റെ ആണ് എല്ലാം യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ എപ്പോഴും ടൈറ്റ് ചെയ്യാൻ നേരത്ത് റൈറ്റിലോട്ടും പിന്നെ ലൂസാക്കാൻ നേരത്ത് ലെഫ്റ്റിലോട്ടും നമ്മൾ ചെയ്യണം ഗൈസ്. അത് നമ്മൾ എപ്പോഴും നമ്മൾ ഓർത്ത് വയ്ക്കണം, അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകും. കാരണം എനിക്കങ്ങനെ വരാറുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ അപ്പുറത്തും നല്ലോണം ടെസ്റ്റ് ചെയ്ത് നോക്കണം നല്ല ടൈറ്റ് ആയിട്ടുണ്ടോ എന്ന്. അതിനായിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ കയറുന്ന ചവിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ മുകളിൽ കയറുന്ന ചവിട്ടി കഴിയുമ്പോൾ ശരിയാവും. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ടയർ നല്ലോണം കറങ്ങുണ്ടോ എന്ന് നോക്കാം. യെസ് ഗൈസ്, നമ്മുടെ ടയർ നല്ലോണം കറങ്ങുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്താണ് ഗൈസ്. എൻ്റെ മോനെ, യെസ് നല്ലോണം കറങ്ങുന്നൊക്കെ ഉണ്ട്. ഇതുവരെ ഞാൻ ബ്രേക്ക് പോയിട്ട് മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല. യെസ് ഗൈസ്, നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ എക്സ്പീരിയൻസ് സക്സസ്. നിങ്ങളും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ചെയ്ത് നോക്കാം. നിങ്ങളുടെ സൈക്കിളിൻ്റെ ടയറും അങ്ങനെ ആവുന്നതാണ്. പിന്നെ നല്ല സൈക്കിളിൻ്റെ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈഡർ, ഹെർക്കുലസ്, BSA 2.0, പിന്നെ റോക്ക് റൈഡർ, ഹൈ റൈഡർ. അതൊക്കെയാണ് ഗൈസ് നമ്മുടെ സൈക്കിളിൻ്റെ കമ്പനിയിലെ ഏറ്റവും നല്ല കമ്പനീസ്. അതൊക്കെ നമ്മൾ മേടിച്ചാലുണ്ടല്ലോ ഗൈസ് പാഞ്ഞടിച്ച് പോവാം. ഓഫ് റോഡിങ്ങിൻ്റെ രാജാക്കന്മാരാണ് ഗൈസ് അത്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.